ചോദ്യപേപ്പർ ചോർച്ച പണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്ന സാധനമാണ്. വീണ്ടും വീണ്ടും അത് വന്നിരിക്കുകയാണ്. അതായത് ക്രിസ്മസ് എക്സാമിന്റെ ചോദ്യപേപ്പർ വരെ ചോർത്തുന്ന ചില യൂട്യൂബ് മഹാന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ശീലമൊന്നുമല്ല, പേരെന്നെ പറയും. അപ്പോ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കുന്നുണ്ട്. വാർത്തയിൽ വന്നിട്ടുള്ളത് MS സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബിന്റെ ലേണിംഗ് ചാനലാണ്. ലേണിംഗ് ചാനലിലാണ് ഇംഗ്ലീഷിന്റെ SSLC ഇംഗ്ലീഷ് എക്സാമും അതുപോലെ തന്നെ +1 മാത്സ് എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതായിട്ട് വന്നിട്ടുള്ളത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിജിറ്റ് പോലും മാറാതെ 100% കൺഫർമേഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു രീതി. അതായത് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് തലേ ദിവസം യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, എന്നിട്ട് ഈ സാധനം കൊടുക്കുന്നു, കുട്ടികൾ അത് പഠിക്കുന്നു, കുട്ടികൾ അതേപോലെ എന്ത് ചെയ്യുന്നു, എക്സാമിന് സ്കോർ ചെയ്യുന്നു. പക്ഷെ ബാക്കിയുള്ള പോർഷൻസ് ഒന്നും കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, മൈൻഡേ ചെയ്യുന്നില്ല. ഇവിടെ യൂട്യൂബറെ കുറിച്ചല്ല ഞാൻ പറയാൻ പോണത്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എവിടെയാണ്? കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കുറെ വർഷങ്ങളായിട്ട് നല്ല അടിപൊളിയായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ട വിധത്തിൽ കൺട്രോൾ ചെയ്യാൻ എന്തുകൊണ്ടാണ് ഒരു സിസ്റ്റം നമുക്കില്ലാതെ പോകുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ മാറുന്നത് മാത്രമല്ല, അവരുടെ ഒരുപാട് മിസ്റ്റേക്ക് പ്രാവശ്യം വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരാണ്. നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാം 9ാം ക്ലാസ്സിലെ സിലബസ് മാറിയിട്ടുള്ളത് ഭയങ്കര വിഷയമാണ്. സിലബസ് മാറി കറക്റ്റ് ടൈമിൽ ബുക്ക് കിട്ടാതെ, കുറച്ച് ആളുകൾക്ക് ആദ്യം കുറച്ച് കിട്ടി, പിന്നെ കുറച്ച് കിട്ടി, സ്കൂളുകൾക്ക് ബുക്ക് എത്തിക്കാതെ, എത്ര ലേറ്റ് ആയിട്ടാണ് ബുക്ക് കിട്ടിയില്ലെന്ന് അറിയാം. ഇന്നൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇന്ന് നമുക്ക് അതിന്റെ പ്രശ്നം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം പാരന്റ്സിന്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ചിലപ്പോൾ അത് മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ കുട്ടികൾക്ക് കറക്റ്റ് പോർഷൻ കിട്ടാതെ, കറക്റ്റ് അവരെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സിന് പറ്റാതെ, 2 മാസം കൊണ്ട് തീർക്കേണ്ടത് 10-20 ദിവസം കൊണ്ട് തീർക്കേണ്ട അവസ്ഥ എന്തൊരു മാത്രം ബുദ്ധിമുട്ടറിയോ. ഒന്ന് സിലബസ് മാറിയത് +1 +2 സബ്ജക്ട് സാധനങ്ങളാണ് ഈ 9ാം ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഓക്കെ, മാറ്റം സംഭവിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ പ്രോപ്പർ ടൈമിൽ ഈ ബുക്ക് കൊടുക്കണ്ടേ? ഇനിയിപ്പോ 10ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് 10ൽ ഈ സിലബസ് മാറും. അപ്പോഴും ഇതേപോലെ ബുക്ക് ലേറ്റ് ആയി കഴിഞ്ഞാൽ 10 എന്തായാലും 9 സിലബസ് ഭയങ്കര ഓവർലോഡാണ്. അത് സർക്കാർ അടുത്ത പ്രാവശ്യമെങ്കിലും പരിഗണിച്ച് ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. ഈ സർക്കാർ ആണെങ്കിലും വേറെ സർക്കാർ ആണെങ്കിലും അത് പരിഗണിച്ച് പറ്റില്ല. കാരണം മാത്സിന്റെ ഒക്കെ എണ്ണം 15 ചാപ്റ്ററാണ് എണ്ണം കിടക്കുന്നത്. 10ാം ക്ലാസ്സിൽ 11 ചാപ്റ്ററേ ഉള്ളൂ, 9ൽ മാത്സ് 15 ചാപ്റ്ററാണ്. ഇതൊക്കെ തീർത്ത് റിവിഷന് കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനുള്ള ഒരു ടൈമാണ് പ്രശ്നം. ഡ്യൂറേഷൻ ഇല്ല, അതിനിടയിൽ കൂടെ സബ്ജക്ട് ഇല്ല, ആർട്സ്, സ്പോർട്സ്, ശാസ്ത്രമേള, അതിനിടയിൽ കൂടെ ക്വിസ് കോമ്പറ്റീഷൻസ് ആണ്, സബ്ജക്ട്, അങ്ങനെ ഫുള്ള് കുട്ടികൾ എന്താണ് ഓരോ കാര്യങ്ങളിൽ കുട്ടികൾ എൻഗേജ്ഡ് ആണ്. ഇതിന്റെ ഇടയിൽ പോർഷൻസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോർഷൻസ് ആയിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അതൊക്കെ പ്രശ്നങ്ങളാണ്. പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഈ കാര്യം പറയുമ്പോൾ ചില ചാപ്റ്റേഴ്സ്, ഇപ്പൊ ഫിസിക്സിന്റെ ഒക്കെ 9ാം ക്ലാസ്സിലാണെങ്കിൽ 5ാം ചാപ്റ്റർ ബോയ് ആൻഡ് ഫോഴ്സ് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിൽ കുറെ കാര്യങ്ങൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്, ചെറുതാക്കിയിട്ടുണ്ട്. അതും ഗുണം തന്നെയാണ്, അതില്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതോടൊപ്പം പുതിയതായിട്ട് ചേർക്കപ്പെട്ട ചാപ്റ്റേഴ്സ് വൺ ലോഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെ +1 +2 കുട്ടികൾ പഠിക്കുന്ന സാധനം നേരെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അതുപോലെ ഫുള്ളായിട്ട് പഠിപ്പിക്കാന്നല്ല, എന്നാൽ അതിലെ പോർഷൻസ് കൊണ്ടുവരുമ്പോൾ ഇവരിതുവരെ കേട്ടില്ലാത്ത സാധനങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പോർട്സും ആർട്സും കാര്യങ്ങളും കൊണ്ട് തീർക്കാൻ പറ്റാത്ത വരുമ്പോൾ ലോഡുണ്ട്. ഒരുമിച്ച് ടീച്ചേഴ്സ് എല്ലാം കൂടെ എഴുതാൻ കൊടുക്കുക, ഇവർക്ക് ഫുൾ ടൈം എഴുതാൻ, ഈ കുട്ടികൾക്ക് മാനസികമായിട്ട് ഭയങ്കര സമ്മർദ്ദമുണ്ട്. ഓൾറെഡി ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ പോർഷന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ഭാഗം കൂടി വരുന്നത്. എന്നിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ മര്യാദയ്ക്ക് നടത്താൻ പോലും പറ്റുന്നില്ല. ഇതിപ്പോ ചോരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവര് സ്കൂളിലുള്ള പല ടീച്ചേഴ്സിന്റെ കോണ്ടാക്ട് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ട് അവർ യൂട്യൂബിൽ ഇടുന്ന ഒരു സംവിധാനമാണുള്ളത്. അപ്പൊ ഇതിനൊന്നും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് ഇവിടെ സംവിധാനങ്ങൾ ഇല്ലേ എന്നുള്ളത്. അത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ട് ഈ MS സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാനലിൽ പഠിപ്പിക്കുകയാണ് ഈ ചാപ്റ്റർ. അത് ഉറപ്പായിട്ടും ഇത് പഠിപ്പിക്കുന്നതിന് ശരിയാവുണ്ടോ? പഠിപ്പിക്കുന്നത് ശരിയായില്ല, പഠിപ്പിക്കുന്നത് തെറ്റായിട്ടാണ് പഠിപ്പിക്കുന്നത്, മാത്സ് ഒക്കെ തെറ്റായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഈ ഓൺലൈൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള അപകടമുണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക്. എന്ന് വെച്ചാൽ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന ലിമിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രം കേട്ട് കുട്ടികൾ ടെക്സ്റ്റ് പഠിക്കാതെ, നോട്ട് പഠിക്കാതെ, ഇതൊന്നും വായിച്ചു നോക്കാതെ ഈ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ വരുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രം കേൾക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറി. ഓൺലൈൻ ക്ലാസ്സുകൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് എടുക്കുന്നത്, നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഓൺലൈനിൽ മുഴുവൻ പണം അടച്ച ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കുകയല്ല ചെയ്യും, ഡെമോ ക്ലാസ്സുകൾ കേട്ട് അത് മാത്രം മനസ്സിലാക്കി ഞാൻ എല്ലാം പഠിച്ചു കൊണ്ടൊരു മൈൻഡിലിരിക്കുക ഒരവസ്ഥ ഓൾറെഡി കുട്ടികൾക്കുണ്ട്. പക്ഷെ അതിന് കുട്ടികളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പാരന്റ്സ് ആയിട്ടുള്ള നമ്മളടക്കമുള്ള ആളുകൾ മൊബൈൽ കുട്ടികൾ കൊടുക്കുന്നതുകൊണ്ടാണ്. അത് വേറൊരു സബ്ജക്റ്റ് നമ്മൾ എടുക്കുന്നില്ല. പക്ഷെ എന്നിട്ട് എന്തായാലും കുട്ടികൾ പഠിക്കണ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് കിട്ടിയിട്ടും
ഉത്തരം കറക്റ്റ് അല്ല. ഇതാണ് അവസ്ഥ. അപ്പൊ എന്താണ് ചെയ്യുക? കുട്ടികൾ എന്നിട്ട് അത് പഠിച്ച് കാണാണ്ട് പോലെ ക്വസ്റ്റ്യൻ വരും, ഉത്തരം തെറ്റല്ലേ പഠിക്കുന്നത്. ഇത് മാത്രം പഠിച്ചു പോവാണേ. നേരെ മറിച്ച് ടെക്സ്റ്റിൽ ഈ സാധനം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം എടുത്ത് നോക്കി അവർ വർക്ക്ഔട്ട് ചെയ്തിട്ട് പോണതും ആൻസർ മാത്രം കാണാതെ പഠിച്ച് മാത്സ് ഒക്കെ ആൻസർ കാണാതെ പഠിച്ച് പോയിട്ട് എന്താണ് കാര്യം? ചെയ്ത് നോക്കി ശീലാവണ്ടേ? ഇതില് ഈ പ്രോബബിൾ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്ന സമയത്ത് ഇവർ ഇത് മാത്രമേ പഠിച്ചിട്ട് പോകുന്നത്. അതെ, ബാക്കിയുള്ള ഒരുപാട് പോർഷൻസുകൾ സ്കിപ്പ് ചെയ്യാണ് കുട്ടികൾ. കാരണം ഈ ഒരു ഇവർക്ക് വരും ഉറപ്പുള്ളത് കൊണ്ട് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പഠിക്കുകയാണ്. ഇനി ഇവർ 10ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഒക്കെ ബാക്കി പോർഷൻസ് വരുന്ന സമയത്ത് അവർക്ക് അത് അറിയുകയുണ്ടല്ലോ. കാരണം അവരത് പഠിച്ചിട്ടില്ല. കാരണം അവർക്ക് ഓൾറെഡി ഈ ക്വസ്റ്റ്യൻസ് എന്താന്നുള്ള ഒരു ധാരണ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് മാർക്കിന് വേണ്ടിയുള്ള സാധനം പഠിച്ചിട്ട് മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ അവർക്ക് കിട്ടൂല. അപ്പൊ അങ്ങനെയൊക്കെ ഭാവിയിൽ ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ ചാനലുകാർ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ സോഷ്യലി എന്താ പറയാ ഇൻജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വേണമെങ്കിൽ കാണാൻ പറ്റുന്ന കാര്യമാണ്. സർക്കാർ ഏതായാലും കേസ് എടുത്തിട്ടുണ്ട്. അതിന് അന്വേഷണം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു തീരുമാനം ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ വളരെ വലിയ വീഴ്ച തന്നെയാണ്. ഇതിപ്പോ ക്രിസ്മസ് എക്സാമിന് ആയതുകൊണ്ട് ഇനിയിപ്പോ അവിടെ അത് നിക്കട്ടെ എന്ന് വിചാരിക്കാം. ഫൈനൽ എക്സാമിന് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ എന്തോ ക്രിസ്മസ് എക്സാം പോലും എന്താ പറയുക നടത്താൻ പറ്റാത്ത ഒരു സംവിധാനമാണോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ നിലവിലുള്ളത് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുക, ഒരാൾക്കാർ അത് പൈസ കൊടുത്ത് ചോദിക്കുക, എന്നിട്ട് അത് പബ്ലിഷ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യത്തിൽ ശരിക്കും ഭയങ്കര അതിന് കുറച്ചും കൂടി ഞാനൊക്കെ സ്കൂളിൽ വർക്ക് ചെയ്തതാണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവരാൻ പോകുന്ന ആളാണ്. ഇപ്പൊ BRC ക്വസ്റ്റ്യൻ പേപ്പർ കെട്ട് തരും. ആ കെട്ട് ആരോ സ്കൂളിലത്തെ ഏതെങ്കിലും സ്റ്റാഫ് ചിലപ്പോൾ PUN ആയിരിക്കും പോകുന്നത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റാഫ് ആയിരിക്കും പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? അവര് പോകുന്നു, അവര് കെട്ടി അവര് സ്വന്തം വാഹനത്തിൽ സ്കൂളിൽ എന്ത് ചെയ്യുന്നു? കൊണ്ടുപോകുന്നു. സ്കൂൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുന്നു. അത് ആ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു, പൊട്ടിക്കുന്നു. അവിടെ ആരെങ്കിലും വന്ന തുറക്കുന്നുണ്ടോ, പൊട്ടിക്കുന്നുണ്ടോ? ഈ കൊണ്ടുവരാൻ പോയ ആളത് എടുത്ത് നോക്കിയിട്ട് തിരിച്ചതുപോലെ വെക്കുന്നുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് BRC ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നത്. അപ്പൊ അതിലൊക്കെ നമ്മൾ ചില സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്, മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത്രയും സെക്യൂർ ആയിരിക്കണം. കാരണം ഈ കുട്ടികൾ എന്തെങ്കിലും പഠിച്ച് വെറുതെ കുറച്ച് ക്ലാസ്സുകൾ കേട്ട് ഈ ജയിക്കാനുള്ളത് മാത്രം ഫോക്കസ് ചെയ്ത് മാത്രം പഠിച്ച് ജയിച്ചു പോന്നാ പോരാ. ഇപ്പൊ തന്നെ 5ാം ക്ലാസ്സിൽ മാർക്ക് വേണം. അത് മാത്രമല്ലല്ലോ, അതിനല്ല പ്രിഫറൻസ് കൊടുക്കേണ്ടത്. മാർക്ക് വേണം എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതല്ല പ്രിഫറൻസ്. അതിനല്ല പ്രിഫറൻസ്. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികൾ എത്ര ഉണ്ട്? വളരെ കുറവാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി ആരും പഠിക്കുന്നില്ല. മാത്രമല്ല ഇപ്പൊ പല സ്കൂളുകളോ അല്ലെങ്കിൽ എന്തും എടുത്തു നോക്കിയാലും എത്ര ആളുകളുണ്ട് കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവണം, ഭാവിയിൽ ഇവനത് ഉപകാരപ്പെടണം ചിന്തിച്ച് പഠിപ്പിക്കുന്ന എത്ര ആളുകളുണ്ട്. ഭാവിയിൽ ഉപകാരപ്പെടുന്ന കണ്ടന്റും ഇല്ല. ഭാവിയിൽ അത് വേറൊന്നുണ്ട്. അല്ല, അത് അങ്ങനെ എനിക്ക് ആ ഒരു ഇത് എനിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റീവ് സ്കില്ല്, ഇവരുടെ മൈൻഡ് ശരിയാക്കി, ഇതിനൊക്കെയാണ് ഈ സാധനം കൊടുക്കുന്നത്. അല്ലാതെ ഭാവിയിൽ അങ്ങനെ മാത്രമല്ല. യൂറോപ്യൻ സിസ്റ്റത്തിലേക്ക് മാറ്റേണ്ട കാലം കഴിഞ്ഞു. കാരണം പഠിക്കുന്ന കുട്ടി കെമിസ്ട്രിയും ഫിസിക്സും സോഷ്യലും എല്ലാം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഈ +1 ചൂസ് ചെയ്യുന്നത് പോലെ ഒരു 7ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ചൂസിങ് ഓപ്ഷൻസ് വരണം. അതായത് 5 വരെ ഒരു കുട്ടി പഠിച്ചു, അല്ലെങ്കിൽ 6 വരെ കുട്ടി പഠിച്ചു, 7 വരെ കുട്ടി പഠിച്ചു, 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും ആ കുട്ടിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസും അല്ലെങ്കിൽ ശാസ്ത്രീയപരമായ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻസ് നമ്മൾ തന്നെ കൊണ്ടുവരണം. എന്നിട്ട് അത് പഠിക്കണം. ഇത് 10ാം ക്ലാസ് വരെ കുട്ടി എന്ത് ചെയ്യുന്നു? ഇതെല്ലാം പഠിച്ചിട്ട് പിന്നെ +1 വരുമ്പോഴാണ്, ഡിഗ്രിയിലേക്ക് വരുമ്പോഴാണ് സ്പെസിഫിക് ആയിട്ട് കുട്ടി പഠിക്കുന്നത്. അത് കുറച്ച് നേരത്തെ ആക്കി അവന് ആവശ്യമുള്ളത് മാത്രം പഠിച്ച് ആവശ്യമുള്ള സാധനത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടെ പോസിബിൾ ആണോ ചോദിച്ചാൽ എന്ന് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല യൂറോപ്യൻ കൺട്രീസിലും അങ്ങനെയാണുള്ളത്. അല്ല, അത് തുടക്കം കുറിക്കണം മെല്ലെ മെല്ലെ, പിന്നെ അത് പതിയെ അങ്ങനെ പോസിബിൾ ആയിക്കോളും. പക്ഷെ അത് പറയുന്നതോടൊപ്പം ഞാൻ പറഞ്ഞത് ഇത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ പലരും ചോദിച്ചിരിക്കുന്ന ചോദ്യ, മാത്സിൽ നള്ള് ഇപ്പൊ എന്തിനാ പഠിച്ചത്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഇപ്പൊ അത് എന്തിനാ നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ ഇന്റഗ്രൽസ് d/dx എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അത് ഞാൻ പറയുന്നു, അത് ക്രിയേറ്റീവ്, അത് കറക്റ്റ് വ്യക്തമായിട്ട് നമുക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഒന്നും അറിയാത്തോണ്ടാണ് പറയുന്നത്. നമ്മൾ ക്രിയേറ്റീവ് മൈൻഡ് വളരുക, ഇത്തരം കാര്യം. അല്ലാതെ അത് ജീവിതത്തിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഇന്റഗ്രൽ നോക്കി പഠിക്കാനല്ല. അത് ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ സാധനത്തിനോട് ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. കാരണം അത് വേണം. അതൊരു കുട്ടിക്ക് ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞ കുട്ടിക്ക് പോലും, +2 കഴിഞ്ഞ കുട്ടിനോട് ഈ ഡിഗ്രിക്ക് ഏതാ സബ്ജക്ട് എടുക്കുന്ന ചോദിച്ചാൽ പോലും അറിയില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്കി, എത്ര കുട്ടികൾ പറയും ഞാൻ സയൻസ് എടുക്കണത്, ഞാൻ ബയോളജി അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുന്ന എത്ര ആളുകൾ പറയും? അതായത് കുട്ടികളുടെ മൈൻഡിൽ ഒരു എയിം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക. അവർ എന്താണ്, അവരുടെ സ്കില്ല് എവിടെയാണ്, ആ സ്കില്ലിലേക്ക് അവരെന്ത് ചെയ്യുക,
അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും ആ ഒരു പ്രൊസീജിയർ നടക്കുന്നില്ല. എക്സാം ഇടുന്നു, ക്വസ്റ്റ്യൻ പുസ്തക സിലബസ് തീർക്കുന്നു, കുട്ടികൾ പഠിക്കുന്നു, മാർക്ക് വാങ്ങുന്നു, A+ വാങ്ങുന്നു, അവർക്ക് എന്താ വേണ്ട ആവശ്യത്തിലുള്ള എന്താ പറയാ അനുമോദനങ്ങളൊക്കെ കൊടുക്കുന്നു. പക്ഷെ കുട്ടിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പിന്നെ ഒരു ഐഡിയ ഇല്ല. അതിൽ നമ്മള് വിദ്യാഭ്യാസത്തിന്റെ ഒരു സിസ്റ്റം മാത്രമല്ല, എല്ലാം മൊത്തം ഉണ്ട്. അതായത് സ്കൂളുകൾക്കുണ്ട്. സ്കൂളുകളിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ അവിടെ ഉള്ള മാനേജ്മെന്റ് അവരെന്താ വേണ്ടത്? നമ്മുടെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം, നമ്മുടെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ A+, ഇതല്ലേ നോക്കണത്. ഇപ്പോ A+ കിട്ടിയ കുട്ടികളെ മുഴുവൻ A+ കിട്ടി, അല്ലെങ്കിൽ 9 A+, 8 A+, അതിന് താഴത്തേക്ക് എത്ര ആൾ അനുമോദിക്കുന്നുണ്ട്? 10ാം ക്ലാസ് പാസ്സായി മോനെ അടിപൊളി, എത്ര ആൾ അനുമോദിക്കും? എല്ലാവരും ഒരുപോലെ കണ്ടാൽ മതി. ഫുൾ A+ ഇട്ടുള്ള ആള് പഠിക്കാൻ എടുക്കാനാണ്, പക്ഷെ മറ്റേ ആൾ ഫുട്ബോളിൽ കഴിഞ്ഞപ്പോൾ എടുക്കാനായിരിക്കും. ഓരോ ആൾക്ക് ഓരോ കഴിവല്ലേ. അപ്പൊ ഈ കുട്ടികളെ മാത്രം A+ കുട്ടികളെ മാത്രം നിങ്ങൾ വിളിച്ച് അനുമോദിക്കുന്നതോട് എനിക്ക് അത് താല്പര്യമില്ല. കാരണം നമ്മുടെ മലയാളികളുടെ ഇന്ത്യയും പ്രശ്നമാണ്. കാരണം A+ കുട്ടികളെ മാത്രം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് വളരെ മോശം. കാരണം എല്ലാ കുട്ടികളും ഒരുപോലെ പഠിച്ചിട്ടുണ്ട്, എല്ലാ കുട്ടികളും ഒരുപോലെ റിസ്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, പഠിക്കാൻ തീരെ കഴിവില്ലാത്ത കുട്ടികൾ ചിലപ്പോൾ ഉണ്ടാവാം, അവന് വേറെ കഴിവ് തെളിയിച്ചിട്ടുണ്ടാവും, പക്ഷെ അതാരും അംഗീകരിക്കൂല. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യണം. കാരണം ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടി ചിന്തിക്കുകയാണ്, ഞാൻ പിറകിലാണ്, പക്ഷേ ഞാൻ ഫുൾ മാർക്ക് മേടിച്ചില്ലല്ലോ, ഞാൻ എന്നെക്കാളും എടുക്കാനാണ് ഈ ഫുൾ മാർക്ക് മേടിച്ച ആള് എന്നുള്ള മൈൻഡിലേക്ക് പോവാ. പിന്നെ ഞാൻ എപ്പോഴും കണ്ടുള്ള ഒരു കാര്യമാണ്, ഫുൾ A+ ഉള്ള കുട്ടി സയൻസ് എടുക്കട്ടെ. സയൻസ് വലിയൊരു സബ്ജക്റ്റും, ഞാൻ സയൻസ് ആണ്, ഞാൻ കെമിസ്ട്രിയാണ് പഠിക്കണേ. സയൻസ് എടുത്തൂടെ? ഹ്യൂമാനിറ്റീസിനെ ചവിട്ടി താത്തി. ഹ്യൂമാനിറ്റീസിനെ എവിടെയോ കൂടി. ഹ്യൂമാനിറ്റീസ് ഒക്കെ എന്ത് വലിയ സബ്ജക്ട് ആണുള്ളത്. അത് നമ്മള് വേറെ ഇപ്പൊ എന്താ പറയാ, ഇത് മാറിപ്പോയി, സബ്ജക്ട് മാറിപ്പോയി. ചോറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അല്ല, സബ്ജക്ട് മാറിയില്ല. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ചോരാനുള്ള കാരണം എന്താ? ഇത്തരത്തിൽ മാർക്ക് മാത്രം പ്രാധാന്യം കൊടുത്തോണ്ടാണ്. അത് ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും തന്നെ. പാരന്റ്സ് മാർക്കുള്ള കുട്ടികൾ അങ്ങനെ എന്താ പറയാ പ്രഷർ കൊടുക്കുക. ടീച്ചേഴ്സ് ആണെങ്കിൽ അത് വലിയ പ്രഷർ. 50 മാർക്കിന് അല്ലെങ്കിൽ 80 മാർക്കിനുള്ള എക്സാം എഴുതിയ കുട്ടിക്ക് 70 മാർക്കാണെങ്കിൽ അത് പോരാ എന്ന് പറഞ്ഞ പാരന്റ്സ് ഉണ്ട്. 75 ആണെങ്കിൽ ബാക്കി 5 മാർക്ക് അവിടെ പോയി എന്ന് ചോദിക്കുന്ന പാരന്റ് ഇപ്പോഴും ഈ 2024 25 ആകാനായി ഇപ്പോഴും ഉണ്ടാ. നമുക്കറിയണല്ലേ എത്ര ആളുകളുണ്ട്. അത് വളരെ മോശം മെന്റാലിറ്റിയാണ് എല്ലാ കുട്ടികളും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ അങ്ങനത്തെ എല്ലാ ആളുടെ നിങ്ങൾ ചിന്തിക്കുക, 3 മക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 3 മക്കൾക്കും ഒരേ മൈൻഡ് ആയിരിക്കില്ല. 3 ആൾക്കും 3 രീതിയിലായിരിക്കും പഠിക്കാൻ. താരതമ്യം ചെയ്യുന്നത് വലിയ പ്രശ്നമാണ്. എന്റെ മൂത്ത കുട്ടി അങ്ങനെ ആയിരുന്നു, രണ്ടാമത്തെ ഇവൻ അങ്ങനെയല്ല സാറേ, അല്ല ഇവനെന്താ അങ്ങനെ ആവാത്തത്, അവന് ഒരുപോലെ അല്ലേ, എന്റെ മകനല്ലേ, എന്റെ മകളല്ലേ, എന്താ. അപ്പം അതിലൊന്നും ഒരു വീട്ടിൽ ജനിച്ചു വളർന്നവരൊക്കെ ഒരേ ബുദ്ധിയാവണമെന്നില്ല, ഒരേ കഴിവുകളാവണമെന്നില്ല. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇനി നമുക്ക് ക്രിസ്മസ് എക്സാമിന്റെ ബാക്കി എക്സാം ഉണ്ട്. ഇനി ആരുടെ എക്സാം SSLC പബ്ലിക് ആണെങ്കിലും +1 പബ്ലിക് +2 പബ്ലിക് ഒക്കെ വരാനുണ്ട്. അപ്പൊ സർക്കാർ അതിന് എന്തായാലും ഒരു കടിഞ്ഞാൻ ഇട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാം ഒക്കെ വെറും ഒരു പ്രഹസനമായിട്ട് മാറും. അപ്പൊ എന്താണെങ്കിലും ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾ അധ്യാപകര് ഒക്കെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് അർഹമായ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ എല്ലാ മേഖലയിലും കള്ളന്മാരുണ്ട്, കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് വൈസ്ലി എന്ന് പറയും. അത് ആ സാധനം തന്നെ പറയാനുള്ളൂ. വളരെ ആലോചിച്ച് വ്യക്തമായിട്ടുള്ള ഉറപ്പുള്ള സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞുവിടുക, ഉറപ്പുള്ള സ്കൂളിലേക്ക് പറഞ്ഞുവിടുക. മൊബൈലിൽ ഓൺലൈനിലൊക്കെ കാണുന്ന ഒരു നിവൃത്തിയില്ല, കണ്ടേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ അത്രയും സെലക്റ്റീവായിട്ട് വേണം അങ്ങനത്തെ ക്ലാസ്സുകൾ കേൾപ്പിക്കാൻ. വെറുതെ മൊബൈലിൽ ഇരുത്തേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ ആലോചിക്കുന്നത്. എന്താ അറിയോ, ഈ ടോപ്പിക്ക് വന്നപ്പോൾ ഇത് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് പറയാണ്. അല്ലാതെ വെറുതെ എന്തിനു പറയുന്നുള്ളതല്ല. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ പേഴ്സണലി പല എക്സ്പീരിയൻസ് നമുക്ക് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നോക്കാം, അറസ്റ്റ് ചെയ്യോ പിടിക്കുമോ? അറസ്റ്റ് ചെയ്തെന്നുണ്ടാവില്ലേ, എന്താണെങ്കിലും തീരുമാനമായ മതി. ഇനി ആവർത്തിച്ച് നോക്കേ, ഇനി ആവർത്തിക്കാതിരുന്ന ഇതിനു മുമ്പ് ചോർന്നിട്ടുണ്ട്. അല്ല, ഇതിനു മുമ്പൊക്കെ ഭയങ്കര ഇടക്കിടക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. കുറേട്ടത് ഇല്ലെന്നു അതാണ്. അല്ല, ഇല്ലെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ നടക്കാറില്ല. ഇപ്പോഴല്ലേ കണ്ണ് കാണുന്നത് ഇപ്പോഴാണല്ലോ വലിയ വിഷയമാണത്. നോക്കാം എന്താവുന്നു. അതെ.